കശ്മീരിൽ വന്നു കഴിഞ്ഞാൽ ഒരു രാത്രി ദാൽ തടാകത്തിൽ സ്ഥിതി ചെയ്യുന്ന ഹൗസ് ബോട്ടിൽ സ്റ്റേ ചെയ്യണം. അങ്ങനെയുള്ള ഒരു മനോഹരമായ ഡിലക്സ് ഹൗസ് ബോട്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഞാൻ ഒരു ഹൗസ് ബോട്ടിലാണെന്നുള്ളത്. ഈ ഒരു ഹൗസ് ബോട്ട് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ ശ്രീനഗറിലെ ഡാൽ ലേക്കിൻ്റെ മുമ്പിലുമല്ല പുറകിലുമല്ല, ഡാൽ തടാകിൻ്റെ നടുക്ക് ചുറ്റും നല്ല അടിപൊളി മനോഹരമായ കാഴ്ചകളാണ് കേട്ടോ. അവിടെയൊക്കെ ആൾക്കാർ താമസിക്കുന്ന വീടും കാര്യങ്ങളാണ് കാണുന്നത്. അതുപോലെ ഒരുപാട് ഹൗസ് ബോട്ട് ഇങ്ങനെ ചുറ്റും നിൽക്കുന്നുണ്ട്. ദാൽ തടാകത്തിൻ്റെ കംപ്ലീറ്റ് ഹൗസ് ബോട്ടും കാര്യങ്ങളും അതിൻ്റെ ഒറ്റ നടുവിലാണ് നമ്മളെ ഈ ഒരു ഹൗസ് ബോട്ട് സ്ഥിതി ചെയ്യുന്നത്. ഇനി ഒരു ഹൗസ് ബോട്ടിൻ്റെ സർവീസും കാര്യങ്ങളും എമ്യൂണിറ്റീസും അതുപോലെ തന്നെ റൂമും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങളും കാശ്മീരിൽ വന്നിട്ട് ഇതുപോലെ ഒരു ദിവസം ഹൗസ് ബോട്ടിലൊക്കെ താമസിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ ഒരു ബഡ്ജറ്റായിട്ട് താമസിക്കാൻ പറ്റിയ നല്ല അടിപൊളി നീറ്റ് ആൻഡ് ഹൈജീൻ ആയിട്ടുള്ള ഹൗസ് ബോട്ടാണ് ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ കൂടുതൽ ഉറപ്പിക്കാണ്ട് നമുക്ക് നേരെ ഹൗസ് ബോട്ടിൻ്റെ കാഴ്ചകളിലേക്ക് കടക്കാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മളെ ഹൗസ് ബോട്ടാണ് ഇത്. ഹൗസ് ബോട്ടിലേക്ക് എൻ്റർ ചെയ്യുന്നത് ദാൽ തടാകത്തിൽ ശിക്കാര നമ്മൾ ആ ഒരു സൈഡിൽ നിന്ന് ആ ഒരു വില്ലേജ് കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് ആ ഒരു വഴി ഇങ്ങനെ വന്ന് ഒരു ശിക്കാരയിൽ നമ്മളിവിടെ കൊണ്ടുവരും. എന്നിട്ട് നമ്മളിവിടുന്ന് എൻ്റർ ചെയ്തിട്ട് ഉള്ളിലേക്ക് പോകും. ഇതൊക്കെ ഡൈനിങ് സെറ്റപ്പാണ്. ഫുള്ള് മരം കൊണ്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. ഇവിടെയുള്ള ഡൈനിങ് സെറ്റപ്പിൻ്റെ താഴെയുള്ള കാര്യങ്ങളും മേശയും കാര്യങ്ങളൊക്കെ ഫുള്ള് വുഡനിൽ ഉണ്ടാക്കിയതാണ്. ഹൗസ് ബോട്ടാണ് ഈ കാണുന്നത്. ഈ ഒരു ഹൗസ് ബോട്ടിൻ്റെ കാഴ്ചകളാണ് ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. ഇവിടെ നമുക്ക് ഡൈനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിക്കാൻ പറ്റും. പിന്നെ ആ ഒരു ഹൗസ് ബോട്ടിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ കാണുന്ന കാഴ്ച, നമുക്ക് വന്നിരുന്ന് റിലാക്സ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ലോബി ഏരിയ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് നല്ല കാശ്മീരി ട്രഡീഷണൽ രീതിയിലുള്ള അവരുടെ മാറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഫുള്ള് മരത്തടി കൊണ്ടുണ്ടാക്കിയ നിർമ്മിതിയാണ്. നോക്കിയാൽ ഫുള്ള് വുഡൻ ആർക്കിടെക്ചറിൽ നിർമ്മിച്ചിട്ടുള്ള ഹൗസ് ബോട്ടും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ വന്നിരുന്ന് കഴിഞ്ഞാൽ ഇതാ നേരെ കാണുന്നത് നോക്കിയാട്ടെ, അതാണ് ഇവിടുത്തെ പ്രശസ്തമായ ശ്രീ ശങ്കരാചാര്യ ടെമ്പിൾ. ആ ഒരു ടെമ്പിളിൻ്റെ കാഴ്ച നമുക്ക് ഇവിടുന്ന് മനോഹരമായിട്ട് ആസ്വദിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഗ്രാമീണ അന്തരീക്ഷം ഇതൊക്കെ ആ വില്ലേജിലുള്ള ഒരു സ്ത്രീ ശിക്കാര കൊണ്ട് ഇങ്ങനെ പോകുന്ന കാഴ്ചയാണ്. അതൊക്കെ വില്ലേജാണ്, ഡാൽ ലേക്കിൽ സ്ഥിതി ചെയ്യുന്ന വില്ലേജും കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ നമുക്ക് സ്റ്റേ ചെയ്യുമ്പോൾ വന്ന് റിലാക്സ് ചെയ്തിട്ട് ഈ ഒരു കാഴ്ചകളൊക്കെ ഇവിടുന്ന് മനോഹരമായി എൻജോയ് ചെയ്തിട്ട് ഇരിക്കാൻ പറ്റും. ശിക്കാരൊക്കെ ഇതിൻ്റെ മുമ്പിലെ കൂടി ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്നതൊക്കെ നമുക്ക് മനോഹരമായിട്ട് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ അതിൻ്റെ ഹൗസ് ബോട്ടിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയും നമുക്ക് വന്നിരുന്ന് മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയ അടിപൊളി സോഫ സെറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. TV ഉണ്ട്, നല്ല അടിപൊളി ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ നല്ല സോഫ്റ്റ് കുഷൻ സോഫാസും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അതുപോലെ തന്നെ TV, വൈഫൈ കാര്യങ്ങളും അഥവാ തീപിടുത്തൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഫയർ ആൻഡ് സേഫ്റ്റിക്കുള്ള സംഭവങ്ങളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ലോബി ഏരിയ എന്ന് പറയുന്നത്. ഉള്ളിൽ കയറുമ്പം തന്നെ അടുത്തതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് ഇതിൻ്റെ ഡൈനിങ്ങും കാര്യങ്ങളാണ്. നമുക്ക് ഇവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും കൂടിയാണ് നമുക്ക് റൂമും കാര്യങ്ങളൊക്കെ കിട്ടുക. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ഡൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു റൂമാണ് ഇവിടെ കാണുന്നത്. അതും നല്ല നീറ്റ് ആൻഡ് ഹൈജീൻ ആയിട്ടുള്ള ഫുള്ള് വുഡനിൽ തീർത്തിട്ടുള്ള അടിപൊളി. നോക്കിയാൽ ഇതൊക്കെ നല്ല ഇവിടെയുള്ള മരങ്ങൾ പൈൻ ഫോറസ്റ്റ് ഉണ്ട്, അതായത് പൈൻ മരങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയ ഹൗസ് ബോട്ടാണ് ഇത്. അവർ തടീനെ കൊണ്ട് ഉണ്ടാക്കിയ ഫുള്ള് ആർട്ട് വർക്കാണ് കാണുന്നത്. മരത്തിൽ കൊത്തി ഉണ്ടാക്കിയ നല്ല അടിപൊളി ആർട്ട് വർക്കാണ് കാണുന്നത് ഹൗസ് ബോട്ട് മുഴുവനായിട്ട്. അതുപോലെ തന്നെ ഇവിടെ ഫ്രിഡ്ജ് കൊടുത്തിട്ടുണ്ട്, റെഫ്രിജറേറ്റർ കൊടുത്തിട്ടുണ്ട്. അടുത്തതായിട്ടാണ് നമുക്ക് റൂമിലേക്ക് കിടക്കാനുള്ളത്. ഒരു ഹൗസ് ബോട്ടിൽ 3 റൂമാണ് വരുന്നത്. ഇവിടുന്ന് അങ്ങത്തോളുണ്ട് 4 റൂംസ് വരുന്നുണ്ട്. നമുക്ക് എന്തായാലും ഫുള്ള് കാഴ്ചകൾ ഈ ഒരു വീഡിയോയിൽ തന്നെ ഞാൻ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അതിൻ്റെ ഫസ്റ്റ് റൂമിലാണ് നമ്മൾ എൻ്റർ ചെയ്തിട്ടുള്ളത്. അപ്പം നല്ല തണുപ്പായത് കൊണ്ട് തന്നെ നല്ല അടിപൊളി കാർപ്പറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് റൂമിൽ. 2 പേർക്ക് ഒക്യുപ്പൈഡ് ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി റൂം തന്നെയാണ് കേട്ടോ ഇത്. നല്ല കട്ടിയുള്ള ബ്ലാങ്കറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതും നല്ല വുഡനിൽ തീർത്തിട്ടുള്ള നല്ല അടിപൊളി ഡിസൈനും കാര്യങ്ങളും നല്ല വുഡൻ ഇൻറ്റീരിയറിൽ ഉണ്ടാക്കിയിട്ടുള്ള ഡിസൈനാണ് കേട്ടോ ഹൗസ് ബോട്ടിൻ്റെ ഉള്ളിലെല്ലാം കൊടുത്തിട്ടുള്ളത്. ഉള്ളിൽ നല്ല ലൈറ്റും കാര്യങ്ങളും നല്ല ചിന്നാർ മരത്തിൻ്റെ ഒരു ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്, മരം കൊണ്ട് ഉണ്ടാക്കിയത്. ഇതൊക്കെ ചിന്നാറിൻ്റെ ഇലകളും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ബെഡ്ഷീറ്റിൻ്റെ കാര്യം നോക്കുന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി വൂളൻ ബെഡ്ഷീറ്റ് തന്നെ കൊടുത്തിട്ടുണ്ട്. നല്ല കട്ടിയുള്ള ബെഡ്ഷീറ്റാണ്. അപ്പോൾ ഉള്ളിൽ നല്ല ഇലക്ട്രിക്കിൻ്റെ ഹീറ്റും ബ്ലാങ്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ തണുപ്പുള്ള സമയത്ത് വിൻ്ററിലൊക്കെ വരുന്നുണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് ഇവിടെ താമസിക്കാൻ പറ്റും, വലിയ തണുപ്പും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട്. ഇതന്നെ 1, 2, 3 ലെയറായിട്ടുള്ള കമ്പിളിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സോഫ സെറ്റ് ഉണ്ട്, ടീപ്പോയും കാര്യങ്ങളും വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കുടിക്കാനുള്ള വെള്ളവും കാര്യങ്ങളും ഗ്ലാസ്സൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സൈഡിലും നല്ല സോഫ വെച്ചിട്ടുണ്ട്.
അപ്പം ഇതിൻ്റെ വിൻഡോയിൽ കൂടി കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു മൗണ്ടെയിൻ വ്യൂ തന്നെയാണ് കാണുന്നത് ഡാൽ ലേക്കിൻ്റെ. അപ്പോൾ നമുക്ക് ബാത്റൂമും കൂടി നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. എല്ലാ റൂമിനും ഇതിൽ കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളും വന്നിട്ട് ഇതാണ് ബാത്റൂം. വളരെ നീറ്റ് ആൻഡ് ഹൈജീൻ ആയിട്ടുള്ള ബാത്റൂമാണ് മച്ചാന്മാരെ. നിങ്ങൾ ഈ ഒരു വീഡിയോയിൽ കൂടി തന്നെ കാണുന്നുണ്ടാവും. അതുപോലെ തന്നെ ഇതാ ബാത്ത് ടബും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ബാത്ത് ടബും കാര്യങ്ങളും നല്ല നീറ്റുള്ള നല്ല വലിയ ബാത്റൂം തന്നെയാണ് ഈ ഒരു ഹൗസ് ബോട്ടിൽ വരുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒന്നാമത്തെ റൂം കഴിഞ്ഞ് നമുക്ക് നേരെ രണ്ടാമത്തെ റൂമിലേക്ക് എൻ്റർ ചെയ്യാം. രണ്ടാമത്തെ റൂമിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതതിൻ്റെ കോറിഡോറാണ് നമ്മളെ ഹൗസ് ബോട്ടിൻ്റെ. രണ്ടാമത്തെ റൂം നോക്കിയട്ടെ. രണ്ടാമത്തെ റൂമിൻ്റെ മാറ്റിങ്ങും കാര്യങ്ങളൊക്കെ മാറി ഫുള്ള് നീല മാറ്റിങ്ങും കാര്യങ്ങളും അതുപോലെ തന്നെ ടവലും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ടവലും സോപ്പും ഷാമ്പൂസൊക്കെ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് 2 നല്ല പില്ലോയും നല്ല അടിപൊളി ബെഡ്ഷീറ്റും കമ്പിളിയും കാര്യങ്ങളും. ഈ ഒരു ഡിസൈൻ വേറെ തന്നെയാണ്. അപ്പുറം നല്ല ചിന്നാറിൻ്റെ ഡിസൈൻ കണ്ടത്. ഇത് നല്ല കള്ളിയാക്കിയിട്ട് നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇതും നല്ല അടിപൊളി ഡിസൈൻ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. നോക്കിയേട്ടാ ഫുള്ള് മരം കൊണ്ടുണ്ടാക്കിയ ഐറ്റംസാണ്. മരത്തിനെ കൊണ്ടുണ്ടാക്കിയ പരിപാടിയാണ് ഹൗസ് ബോട്ടിൽ. നോക്കിയാൽ മരത്തിനെ കൊണ്ട് ഉണ്ടാക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തണുപ്പും കാര്യങ്ങളും പെട്ടെന്ന് ഉള്ളിൽ കയറാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കംപ്ലീറ്റ് മരത്തിനെ കൊണ്ട് ഉണ്ടാക്കുന്നത്. ഈ ഒരു ബാത്റൂമാണ് കാണുന്നത്. എല്ലാ ബാത്റൂമിലും ബാത്ത് ടബും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ നമ്മൾ അടുത്ത റൂമിലേക്ക് നമുക്ക് എൻ്റർ ചെയ്യാം. എല്ലാം ഇതൊരു സൂപ്പർ ഡിലക്സ് കാറ്റഗറിയിൽ നമുക്ക് ഫാമിലിയും കപ്പിളൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ നല്ല അടിപൊളി. ഇവരെ സർവീസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ ഒരുപാട് കസ്റ്റമർ ഈ ഒരു ഹൗസ് ബോട്ടിൽ നമ്മൾ ഇട്ടിട്ടുണ്ട്. നല്ല അടിപൊളി സർവീസ് തന്നെയാണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഇത് ഹൗസ് ബോട്ട് നമ്മൾ ഡാൽ ലേക്കിൻ്റെ നടുക്ക് തന്നെ സ്ഥിതി ചെയ്യുന്നതായിക്കൊണ്ട് നമുക്ക് വലിയ ഒച്ചപ്പാടും കുഴപ്പങ്ങളും അതായത് ഒരു റിലാക്സ് ആംബിയൻസോട് കൂടി നമുക്കിവിടെ സ്റ്റേ ചെയ്യാൻ പറ്റുന്നതായിരിക്കും കേട്ടോ. അപ്പം ഇതിൻ്റെ 3ാമത്തെ റൂമാണ് നിങ്ങളിപ്പോൾ കണ്ടിട്ടില്ലത്. അപ്പോൾ ഒട്ടുമിക്ക ഹൗസ് ബോട്ടും കാര്യങ്ങളൊക്കെ ഈ ഒരു രീതിയിലുള്ള ഹൗസ് ബോട്ടും കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും. അതിൻ്റെ ചെറിയ ഡിസൈനിലും കാര്യങ്ങളിലൊക്കെ വ്യത്യാസം ഉണ്ടാവുന്നേ ഉള്ളൂ. അടുത്തതായിട്ട് ഇതിൻ്റെ ഫാമിലി റൂമാണ്. ഇപ്പോൾ നിങ്ങൾ 3 പേരൊക്കെ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ താമസിക്കാൻ പറ്റിയ മാസ്റ്റർ ബെഡ്റൂമാണ് ഈ ഒരു ഹൗസ് ബോട്ടിലുള്ളത്. ഇതൊക്കെ ഏട്ടാ ഇതാണ് ഇവിടെയുള്ള മാസ്റ്റർ ബെഡ്റൂം എന്ന് പറയുന്നത്. സോപ്പും ടവലും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് 2 ബെഡും കാര്യങ്ങളും ഉണ്ട്. ഇതാ അതുപോലെ തന്നെ ഇതാ ചാർജ് പവർ പ്ലഗ് എല്ലാ റൂമിലും ബെഡിൻ്റെ അടുത്ത് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ എന്തുകൊണ്ടും നല്ല അടിപൊളി ഹൗസ് ബോട്ട് തന്നെയാണ്. നിങ്ങൾക്കൊക്കെ ഫാമിലിയൊക്കെ ആയിട്ട് വന്നിട്ട് താമസിക്കാൻ പറ്റിയ നല്ല അടിപൊളി. ബാത്റൂമും കാര്യങ്ങളും വളരെ നീറ്റാണ് കേട്ടോ. എല്ലാം നല്ല അടുത്ത് തന്നെ നിങ്ങൾക്ക് പോയിട്ട് കാണിച്ചു തരാം. കാരണം നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടിട്ടായിരിക്കും ഈ ഒരു ഹൗസ് ബോട്ടും കാര്യങ്ങളൊക്കെ ബുക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ടാവുക. അപ്പോൾ ഇതാ ബാത്റൂമൊക്കെ വളരെ നീറ്റാണ്. നേരത്തെ ഒരു ലീക്കേജും കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ല. എല്ലാം യൂറോപ്യൻ ക്ലോസറ്റും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു റൂമും കാര്യങ്ങളും എല്ലാ റൂമും കാര്യങ്ങളും ഈ ഒരു ഹൗസ് ബോട്ടിനുള്ള കംപ്ലീറ്റ് കാഴ്ചകൾ കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു ഹൗസ് ബോട്ടിനെ പറ്റിയിട്ട് പറഞ്ഞു തരാനുള്ളത്. ഇനി നിങ്ങൾ കാശ്മീർ വരുന്നുണ്ടെങ്കിൽ ഹൗസ് ബോട്ട് ആയിക്കോട്ടെ, പാക്കേജ് ആയിക്കോട്ടെ, റൂം ആയിക്കോട്ടെ, ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നമ്മളിവിടെ കാശ്മീരിൽ സ്റ്റേ ചെയ്ത് കൊണ്ട് തന്നെ കാശ്മീരിലെ പാക്കേജും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾ വരുന്ന സമയത്ത് നമ്മളും ഈ ഒരു കാശ്മീരിൽ ഉണ്ടാവും നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഹെൽപ്പ് ചെയ്യാനും വേണ്ടിയിട്ട്. അപ്പോൾ അടുത്ത ഇതുപോലുള്ള മനോഹരമായ വീഡിയോസിൽ കാണുന്നത് വരെ goodbye.